ഹലോ ഗായ്സ്, വെൽക്കം ടു ദ വ്ളോഗ്. ഈ വീഡിയോ ഞാൻ ഇന്ന് രാവിലെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പറ്റിയിട്ടില്ല, കുറച്ച് തിരക്കായി പോയി. പക്ഷേ ഇന്ന് ഞാൻ ഈ വ്ളോഗിലൂടെ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ വൈ യു ഷുഡൻറ്റ് ടെൽ എനി വൺ അബൌട്ട് യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, നമ്മളിപ്പം എന്നെപ്പോലെ പല ആൾക്കാരും യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള വിചാരിച്ചിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങും, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറേ ആൾക്കാരോട് പോയിട്ട് പറയും, ഒന്നെൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ, അല്ലെങ്കിൽ വീഡിയോസ് കണ്ടിട്ട് അഭിപ്രായം പറയൂ, അങ്ങനെയൊന്നും പറയും. അപ്പോൾ നമ്മളെ ഫാമിലിനോട് പോയിട്ട് പറയും. ഈ ഒരു ടോപ്പിക്കിനെ കൊണ്ട് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് 120 വ്യൂസ് വന്നിട്ടുണ്ടായി. ആരും ലൈക്കൊന്നും ചെയ്തിട്ടില്ല. എന്നാലും നമ്മൾ ലൈക്കും ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് കണ്ടാൽ നല്ലത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇൻട്രോ വ്ളോഗിൽ പറഞ്ഞ പോലെ എനിക്ക് പിന്നെ കുറച്ച് കഴിയുമ്പം എൻ്റെ തോട്ട്സും എല്ലാം എടുത്ത് നോക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ആൾക്കാരോട് ഫസ്റ്റ് തന്നെ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം എന്താ പറയുക, നമുക്ക് തന്നെ എല്ലാവർക്കും ഇപ്പോൾ ഇതുപോലെ തന്നെ ഒരു ക്യാമറേൻ്റെ മുന്നിൽ ഒന്ന് സംസാരിക്കാനോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റ് ആൾക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കും എന്നുള്ളൊരു തോട്ട് എല്ലാവരുടെ മൈൻഡിലും ഉണ്ടാവും. അപ്പം ഇപ്പം നമ്മളെ വീട്ടുകാരോടും അല്ല ഫ്രണ്ട്സിനോടും എല്ലാം പോയി പറഞ്ഞിട്ട് അവർ ചിലപ്പം 1-2 കണ്ടൻറ്റ് കാണും. എന്നിട്ട് വീട്ടുകാർ എന്താ പറയുക, കളിയാക്കാൻ ഡെലിബറേറ്റ്ലി കളിയാക്കാൻ വേണ്ടിയിട്ടല്ലെങ്കിലും എന്തെങ്കിലും ഒരു കളിയാക്കണ്ടിട്ട് നീ എന്തായി ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്നൊരു ചോദ്യം വരും. ആരായാലും, ഫ്രണ്ട്സായാലും വീട്ടുകാരായാലും. ആ ഒരു സംസാരം മതി നമ്മളൊരു ഈ കണ്ടൻറ് ഉണ്ടാക്കാനാണെങ്കിലും എന്താണെങ്കിലും ഈ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഒരു മോട്ടിവേഷൻ പോയി കിട്ടാൻ. ഇപ്പം എൻ്റെ അനുഭവം തന്നെ ഞാൻ പറയുന്നതാണെങ്കിൽ, ഞാൻ പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞ പോലെ റീൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ പബ്ലിക്കായിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ടിൽ തന്നെ ഇടലും. അപ്പം എന്താ പറയുക, ഫ്രണ്ട്സ് എല്ലാം കാണലുണ്ട്, ലൈക്ക് ചെയ്യലുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ. പക്ഷേ എങ്കിൽ ഒരു എന്താ പറയുക, ഫ്രണ്ട്സ് തമ്മിലുള്ളൊരു വർത്തമാനം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഒരു എന്താ പറയുക, ഒരു കളിയാക്കലുണ്ടായിരുന്നു. ഇവൻ എന്തായി ചെയ്യുന്നത്, എന്തിനായാലും ഈ വീഡിയോ ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായാലുണ്ട്. അപ്പോൾ എനിക്കത് എഫക്റ്റ് ചെയ്തില്ല. ഞാനിത് എന്താ പറയുക, അവരത് പറയുമ്പം തല താഴ്ത്തിയിരുന്ന് ചിരിച്ചോണ്ട് ഇത് കേൾക്കും. പക്ഷെ എങ്കിൽ വേറൊരാളാണെങ്കിൽ അത് എഫക്റ്റ് ചെയ്യും. പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നത്. അപ്പം നമ്മൾ ഈ സ്റ്റാർട്ടിങ് ടൈമിൽ ആരോടും പോയിട്ട് ഞാനിതാ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിതാ റീൽസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് പറയണ്ട. അതേ സമയത്ത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 100 സബ്സ്ക്രൈബേഴ്സ്, അല്ലെങ്കിൽ 100 വ്യൂസ്, അല്ലെങ്കിൽ ഒരു 1K വ്യൂസ് ആയി ഒരു വീഡിയോസിന്. അതിനുശേഷം ചിലപ്പം വീട്ടുകാർ വന്നിട്ട് ചോദിക്കും, അല്ല ഫ്രണ്ട്സ് വന്നിട്ട് ചോദിക്കും, ഇനി വീഡിയോസ് ചെയ്യുന്നുണ്ടോ? അന്നേരം നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാം, ഞാൻ ചെയ്യലുണ്ട്, ഇങ്ങനെ ചെയ്യലുണ്ട് എന്ന് പറയും. അന്നേരം അവർ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇത്രയും ആരോടും പറയാണ്ട് ഇത്രയും അപ്ലോഡ് ചെയ്യുമ്പം തന്നെ അവർക്ക് മനസ്സിലാവും, എന്താ പറയുക, നമുക്ക് ഇത് ഇഷ്ടമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഈ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് എനിക്ക് വേണമെങ്കിൽ ഇത് ഈ വ്ളോഗ്സ് പോലെയെല്ലാം ഉണ്ടാക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടാം. പക്ഷേ ഞാൻ പറയട്ടെ, എൻ്റെ കുറേ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാം ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പോൾ അവരെല്ലാം എന്ത് വിചാരിക്കും, എനിക്കത് താല്പര്യമില്ല. പിന്നെയും അത് എന്തെന്നാ ഇവനെ കാണിക്കുന്നതെന്ന് വിചാരിക്കുന്നത് എനിക്കത് താല്പര്യമില്ല. യൂട്യൂബിലിപ്പം
എന്നെ ആർക്കും അറിയില്ല, എൻ്റെ ചാനൽസ് സബ്സ്ക്രൈബേഴ്സും ഇല്ല. അപ്പം ഇതെൻ്റെ ഒരു തൽക്കാലം ഈ സ്റ്റാർട്ടിങ് ടൈമിൽ എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ എൻ്റെ വേറൊരു പോയിൻ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ആൾക്കാരോടെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം കാണാൻ തുടങ്ങി. ആൾക്കാർ കാണാൻ തുടങ്ങിയാൽ നമ്മൾ പിന്നെ കണ്ടൻറ് ഉണ്ടാക്കുമ്പം നമ്മളെ മൈൻഡിൽ തന്നെ ഒരു തോട്ട് ഉണ്ടാവും, അവർ കണ്ടാൽ എന്ത് വിചാരിക്കും, ഇപ്പോൾ എൻ്റെ അച്ഛൻ കണ്ടാൽ എന്ത് വിചാരിക്കും, അല്ല അമ്മ കണ്ടാൽ വിചാരിക്കും, ഏട്ടൻ കണ്ടാൽ എന്ത് വിചാരിക്കും, എന്ത് ഈ കണ്ടൻറ്റ് ആരെങ്കിലും ലൈക്ക് ചെയ്യുമോ അല്ലെങ്കിൽ ആരെങ്കിലും കാണുമോ എന്നൊരു തോട്ട് എവിടെയും ഉണ്ടാവും. ആരോടും പറഞ്ഞിട്ടില്ലെങ്കിൽ ആ തോട്ടിനെ തന്നെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഏതോ ഒരു യൂട്യൂബർ, ഇംഗ്ലീഷ് യൂട്യൂബറാണോ അല്ലെങ്കിൽ മലയാളം യൂട്യൂബറാണോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, നമ്മളിപ്പോൾ ഫ്രണ്ട്സിനോടും ഫാമിലിനോടും പോയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവർ ചിലപ്പം നമ്മളോട് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ കയറി സബ്സ്ക്രൈബ് ചെയ്യും, ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും. പക്ഷെ അവരെല്ലാം യൂട്യൂബിൽ കണ്ടൻറ്റ് കാണുന്നത് അവർക്കിഷ്ടമുള്ള കണ്ടൻ്റ് അല്ലേ. അപ്പം നമ്മളെ വീഡിയോസ് എപ്പോഴും അവർ എന്താ പറയുക കാണണമെന്നില്ലല്ലോ. അപ്പോൾ ആരായാലും അത് പക്ഷെങ്കിൽ അങ്ങനെ അവരന്നേരം നിർത്തിയിട്ട് പോവുകയും ചെയ്യും. അന്നേരം അത് ആൽഗോരിതത്തിനെ എഫക്റ്റും ചെയ്യും. അന്നേരം നമ്മളെ വ്യൂസിനെ എഫക്റ്റ് ചെയ്യും. അപ്പം യൂട്യൂബ് വിചാരിക്കും ഈ വീഡിയോ ആരും കാണുന്നില്ല. അപ്പം നമ്മളെന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് സബ്സ്ക്രൈബേഴ്സും അല്ലെ ഫോളോവേഴ്സും വരുന്നതാണ് നല്ലത്. അതുവരെ ഇത് ഒരു ചെയ്യുന്നുണ്ടെന്ന് ആരോടും പറയേണ്ട കാര്യമില്ല. എന്നോട് ചോദിച്ചോ, എൻ്റെ ഒപ്പീനിയനാണ്. അതും മാത്രമല്ല, ഞാൻ വേറൊരു കാര്യം ഇപ്പോൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇപ്പം യൂട്യൂബ് വീഡിയോസിൻ്റെ ID പോയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യോ എന്ന് കമൻറ്റ് ചെയ്യലുണ്ട്. അതും ഇതേ സെയിം സംഭവങ്ങളാണ്. അവർ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും, പക്ഷേ എങ്കിൽ അവരെ നമ്മളെ കണ്ടൻറ് എപ്പോഴും കാണണമെന്നില്ലല്ലോ. അപ്പം എപ്പോഴും ഫീഡ്ബാക്കും ഇതും ഇല്ലാണ്ടിരിക്കുമ്പം വെറും ഒരു സബ്സ്ക്രൈബർ മാത്രമേ ഉണ്ടാവും. നമ്മളെ കണ്ടൻറ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മളെന്താണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് നല്ലൊരു ഫാൻ ബേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ എനിക്ക് തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഒരു തോട്ട് ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അപ്ലോഡ് ചെയ്താലും ആര് കാണാനാണ്. അത് എന്നോട് ചോദിക്കുന്നത് അത് ഒരു കോമൺ ആണ്. പക്ഷേ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ഞാൻ പറയാം, ആരും കാണണ്ട, കാണുന്ന ആൾക്കാർ കണ്ടാൽ മതി, ലൈക്ക് ചെയ്യുന്ന ആൾക്കാർ ലൈക്ക് ചെയ്താൽ മതി. കണ്ടൻറ്റ് കണ്ട് താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ എന്താ പറയുക ഒരു പേഴ്സണൽ ജേർണലായിട്ടാണ് ഞാനിതെൻ്റെ ഒരു വ്ളോഗ് ചാനൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് ആരും കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് കുട്ടികളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പീസ്.